എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചൊരു വ്യക്തിക്ക് സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ ഒരു സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുമതി നൽകുക. ആ സ്റ്റേഡിയത്തിൽ ഒരു ഇവന്റിന് വേണ്ടി പണം മുടക്കുന്നു എന്നതിനാൽ ആ സ്റ്റേഡിയത്തിൽ ആ വ്യക്തി അവകാശവാദം ഉന്നയിക്കുക. അതിന് പിറകിൽ പല ക്രയവിക്രയങ്ങളും നടക്കുക. കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയാണ്? മെസ്സി വരും, അർജന്റീന വരും എന്ന് ഒരു ഉറപ്പുമില്ലാതെ പരസ്യം ചെയ്യുക. അതിനായി സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കുക. കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള മരങ്ങൾ മുറിച്ചു നീക്കുക. ആ സ്റ്റേഡിയം ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളോട് ഒരു മാസമോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള സമയം നിങ്ങൾ മറ്റു വഴികൾ തേടേണ്ടി വരും എന്ന് പറയേണ്ടി വരിക. ഒരു പരിപാടിക്ക് മാത്രമായാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നോർക്കണം. എന്നാൽ ആ പരിപാടിയോ നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തതാണ്. എന്നിട്ടും ആ ഇവന്റിന് സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയും ഒരു മാധ്യമ മുതലാളിയും ചിരട് വലിക്കുന്നതിന് പിറകിൽ എന്തായിരിക്കും കാരണം? ഒരു കാര്യം വ്യക്തമാണ്, ഈ മെസ്സി വരവിൻ്റെ മറവിൽ പലതും നടക്കാൻ പലർക്കും താല്പര്യമുണ്ട് എന്ന്. നവംബറിൽ നടക്കുമെന്ന് പറയപ്പെട്ട അർജന്റീന ഓസ്ട്രേലിയ മത്സരത്തിനായി 70 കോടി മുതൽ മുടക്കിൽ നവീകരണം ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിനായി പാർക്കിംഗ് ഏരിയയിൽ ചില മരങ്ങൾ മുറിച്ചതും കുറച്ച് മെറ്റൽ നിരത്തിയതുമല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു ദിവസം 2000 തൊഴിലാളികളെ വെച്ചുകൊണ്ട് പണി കഴിപ്പിക്കും എന്നായിരുന്നു ആ മാധ്യമ മുതലാളി സ്പോൺസർ പറഞ്ഞിരുന്നത്. അസ്വാഭാവികം നിറഞ്ഞ ഒരു പ്രഖ്യാപനമാണത്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, മാധ്യമങ്ങളെ നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ചില ചോദ്യങ്ങളൊക്കെ കേട്ടു. എങ്ങനെയാണ് ഒരു ദിവസം 2000 ആളുകളെ വെച്ചൊരു സ്റ്റേഡിയത്തിൽ പണി നടത്തിക്കുക എന്നത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ക്രമീകരണങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് മലയാളികളെ വിഡ്ഢികളാക്കുകയാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതിൻ്റെ ഉടമകളും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഫിഫയുടെ അനുമതി പോലും ലഭിക്കാത്ത മത്സരത്തെക്കുറിച്ചാണ് മലയാളികൾക്ക് മുൻപിൽ ഒരു മന്ത്രിയും ചാനലും മുതലാളിയും നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിഫക്ക് നൽകേണ്ട കത്ത് പോലും ഇപ്പോഴും നൽകിയിട്ടില്ലെന്നാണ് ഫിഫയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രയും. കേരളത്തിൽ ഒരു വാർത്താ ചാനൽ മാത്രമല്ല, ഈ സംഘാടകരായ വാർത്താ ചാനലോ കമ്പനിയോ മാത്രമല്ലല്ലോ ഉള്ളത്. മറ്റു പലർക്കും എവിടെ നിന്നാണോ സോയ്സ് ലഭിക്കേണ്ടത് അത് ഏഷ്യാനെറ്റിനും അവിടെ നിന്ന് കിട്ടും, മാതൃഭൂമിക്ക് കിട്ടും, മനോരമയ്ക്ക് കിട്ടും, മീഡിയ വണ്ണിന് കിട്ടും. അങ്ങനെ തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒരേ സോയ്സിൽ നിന്നാണ് മറുപടി കിട്ടേണ്ടത്. ആ സോയ്സിൽ നിന്ന് മറുപടി കിട്ടുകയും ചെയ്യുന്നു. ആൻഡ്രൂ അഗസ്റ്റിൻ്റെ പല വാർത്താ സമ്മേളനങ്ങളിലും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമില്ലെന്ന് മാത്രമല്ല, ചില ചോദ്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് മറ്റു പലതിലേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ ഒരു കേരളത്തിൽ അർജന്റീന പോലെയുള്ള ലോകത്തിൽ ഒരു നമ്പർ 1 ടീം വരുമ്പോൾ അതിനെ എല്ലാവരെയും മുഖവിലക്കെടുത്ത് സംസാരിക്കുന്നതിന് പകരം ഞങ്ങൾ എന്ന് മാത്രമുള്ള ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ചോട് കൂടിയിട്ടാണ് ആ മാധ്യമ മുതലാളി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലും. അദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളും ദുരൂഹത നിറഞ്ഞതാണ്. മാംഗോ ഫോൺ തട്ടിപ്പ് മുതൽ ബാങ്ക് ഓഫ് ബറോഡ തട്ടിപ്പും ഏറെ പ്രമാദമായ മുട്ടിൽ മരമുറി തട്ടിപ്പും ഉൾപ്പെടെ നിരവധി കേസുകളിലും അദ്ദേഹം പ്രതിയാണെന്ന് മാത്രമല്ല, അത്തരത്തിൽ കളങ്കിതമായ ചില കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉൾപ്പെടെ ഒരു വലിയൊരു ബിഗ് ബജറ്റ് പ്രോജക്റ്റ് മുന്നിലിട്ട് വെച്ചു കൊടുക്കുന്നത്. മാത്രവുമല്ല, കേവലം ഒരു സ്പോൺസർ മാത്രമായ അദ്ദേഹത്തിൻ്റെ കമ്പനി തന്നെ അജണ്ടകൾ നിശ്ചയിക്കുക എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പണത്തിന് മുൻപിൽ കീഴടങ്ങുന്ന പോലെ കായിക മന്ത്രി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഇവർക്ക് ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുതിയ കാഴ്ച. ഇതെന്ത് മറിമായമെന്ന് ചോദിച്ചാൽ പണം തന്നെ മാനദണ്ഡമെന്നും പറയാം. ഇപ്പോൾ അർജന്റീന ടീമിൻ്റെ ഷെഡ്യൂൾ നവംബറിൽ ഇല്ലെന്ന വ്യക്തത വന്നതോടെ തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ എല്ലാം നിലച്ച മട്ടാണ്. ഈ പറയപ്പെട്ട 2000 തൊഴിലാളികൾ ഇവിടെയില്ല, ഇനി അടുത്തൊരു ഷെഡ്യൂളിന് വരും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന തൊഴിലാളികളുടെ എണ്ണം കുറച്ചും ആ സമയത്തേക്ക് ഈ സ്റ്റേഡിയം തയ്യാറാക്കുന്ന പണിയിലേക്കല്ല യഥാർത്ഥത്തിൽ ഇവർ മുന്നോട്ട് പോവേണ്ടത്. ഈ അടുത്തൊരു വീഡിയോ കണ്ടു. അർജന്റീന ടീമിനെ കൊണ്ടുപോകുന്ന സ്റ്റിക്കർ വർക്കുകൾ കഴിഞ്ഞ ഫ്രെയിം വർക്കുകൾ ചെയ്ത അവരുടെ ലോ ഫ്ലോർ AC ബസ്സിൻ്റെ സ്റ്റിക്കറുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് ആ ബസ് ഫ്രീ ആക്കി മാറ്റുന്ന രംഗം. യഥാർത്ഥത്തിൽ ഇനി അടുത്തൊരു ടൈമിലേക്ക് വരുമെന്നാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഇവർ ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഇവിടെ എല്ലാം അവസാനിപ്പിച്ച് ഇനി അത്തരത്തിലുള്ളൊരു പരിപാടിയിലേക്കില്ല എന്ന തരത്തിലേക്കാണ് ഇവരുടെ ഇപ്പോഴത്തെ ചില നിലപാടുകൾ വീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി ടീം നവംബർ വരില്ലെങ്കിലും വരാനിരിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ മുതൽ പ്രവർത്തനം തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതും ഇപ്പോൾ അവതാളത്തിലാണെന്ന് മാത്രമല്ല നിലച്ച മട്ടാണ്.
നിലവിൽ കൊച്ചി സ്റ്റേഡിയം കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റേഡിയമാണ്. ആ അവകാശം പണം മുടക്കുന്ന തങ്ങൾക്കും വേണമെന്ന് പറയാൻ എന്താണ് സ്പോൺസേഴ്സിന് അവകാശം? ഒരേ സമയം സർക്കാരിനെയും ദേശീയ ഫുട്ബോൾ ഫെഡറേഷനെയും മലയാളികളെയും ഉന്നത സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥരെയും വിഡ്ഢികളാക്കാൻ ഇവർക്കിങ്ങനെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഉറപ്പാണ്, അർജന്റീനയുടെയും മെസ്സിയുടെയും പേരിൽ എന്തൊക്കെയോ റോബറി നടന്നു കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നു എന്നൊക്കെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജന്റീന വരാത്തത് കൊണ്ട് കേരളം രക്ഷപ്പെട്ടു എന്ന് കരുതാമോ? ഇനി അതല്ല, വരും എന്നതിൻ്റെ പേരിൽ കേരളം ശിക്ഷിക്കപ്പെട്ടു എന്നും കരുതാമോ എന്ന് കഴിയണമെങ്കിൽ ഇതിൻ്റെ പിറകിൽ സാധാരണക്കാർക്ക് തോന്നിയ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ വ്യക്തമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആ സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നുറപ്പാണ്, ഒരു മാധ്യമ സ്ഥാപനം കയ്യിലുണ്ടെന്നതിൻ്റെ പേര് നാടിൻ്റെ വ്യവസ്ഥകൾ മറികടന്നു പോകുന്ന ഈ രീതി അനുവദിച്ചു കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള സ്വാഭാവിക ചോദ്യം നമ്മളും ചോദിക്കുകയാണ്. മെസ്സി വരട്ടെ, അർജന്റീന വരട്ടെ, അത് നമ്മുടെ കായിക മേഖലയ്ക്ക് അത് പ്രചോദനമാകുമെങ്കിൽ, യുവാക്കളും ഫുട്ബോൾ അസോസിയേഷനും ഫുട്ബോൾ ആരാധകരുമൊക്കെ അതിൽ ആനന്ദപുളകിതരാകുമെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അതിൽ വ്യക്തതകളും കൃത്യതകളും വേണം എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.